കേട്ടിട്ട് എക്സാം എത്താറായി. നമ്മൾ ഒരുവിധം ടോപ്പിക്കുകളെല്ലാം കവർ ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൂടുതൽ റെഫർ ചെയ്യുന്നത്. കുറേ ക്ലാസ്സുകൾ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതിൽ നിന്നെല്ലാം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2022 ഫെബ്രുവരിയിൽ കേട്ടിന് വന്നിട്ടുള്ള സൈക്കോളജിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട 30 ക്വസ്റ്റ്യൻസും അതിന്റെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: അധ്യാപകൻ ഒരു ചിത്രം ക്ലാസ് മുറിയിൽ കാണിച്ചു. തുടർന്ന് കുട്ടികളോട് അതിന് അനുയോജ്യമായ തലക്കെട്ട് നൽകാൻ നിർദ്ദേശിച്ചു. ഇവിടെ അധ്യാപകൻ കുട്ടികളുടെ ഏത് പ്രത്യേക മികവാണ് വിലയിരുത്താൻ ഉദ്ദേശിക്കുന്നത്? ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ നിങ്ങൾ ഓപ്ഷൻസ് നോക്കുക. നിങ്ങൾക്ക് ഏതാണ് ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് ആലോചിക്കുക. ഓപ്ഷൻസ്: സർഗഭരിത, മനോഭാവം, ഓർമ്മ, താല്പര്യം. ആൻസർ ഏതാണ്? നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞു. ഉത്തരം ശരിയാണ്. സർഗഭരിത അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി ആണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത്. സർഗാത്മകത അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നൂതനമോ പുതുമയുള്ളതോ ആയ ആശയത്തെയോ അല്ലെങ്കിൽ വസ്തുവിനെയോ ഒക്കെ സൃഷ്ടിക്കാനോ കണ്ടെത്താനോ ഒക്കെ ഉള്ള ഒരു വ്യക്തിക്കുള്ള അല്ലെങ്കിൽ ഒരു കുട്ടിക്കുള്ള ശേഷിയാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്, അല്ലെ? സർഗാത്മകയുടെ അടിസ്ഥാന ഘട്ടങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. 5 പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. ഒന്നാണ് വാചാലത അല്ലെങ്കിൽ ഫ്ലുവൻസി എന്ന് പറയുന്നത്. സർഗാത്മകതയുടെ ഘടകങ്ങളെ പ്രധാനമായിട്ട് നമുക്ക് 5ആയിട്ട് തിരിക്കാം. അതിലൊന്നാണ് വാചാലത അല്ലെങ്കിൽ ഫ്ലുവൻസി. വാക്ചാതുര്യം അല്ലെങ്കിൽ ആശയപടുത, പ്രകടനപരത, സംയോജന നൈപുണ്യം, ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒന്നാണ് വാചാലത അല്ലെങ്കിൽ ഫ്ലുവൻസി എന്ന് പറയുന്നത്. നമുക്കറിയാം, എന്താണെന്ന് വിശദീകരിക്കേണ്ട കാര്യമില്ല. വാചാലത അല്ലെങ്കിൽ ഫ്ലുവൻസി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലായി. രണ്ടാമത്തെയാണ് വിവ്രജിത ചിന്തനം അല്ലെങ്കിൽ ഡൈവർജന്റ് തിങ്കിങ്. സർഗാത്മകതയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നാണ് വിവ്രജിത ചിന്തനം അല്ലെങ്കിൽ ഡൈവർജന്റ് തിങ്കിങ് എന്ന് പറയുന്നത്. ഇതുവരെ ആരും സ്വീകരിച്ചിട്ടില്ലാത്ത ഒരു പ്രശ്നപരിഹാര മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നതിനുള്ള ഒരു ശേഷിയാണ് വിവ്രജിത ചിന്തനം അല്ലെങ്കിൽ ഡൈവർജന്റ് തിങ്കിങ് എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്നതാണ് ഫ്ലുവൻസി, അതേപോലെ ഫ്ലെക്സിബിലിറ്റി, ഒറിജിനാലിറ്റി, ഇലാബറേഷൻ. ഇതെല്ലാം ഈ വിവ്രജിത ചിന്തനത്തിൽ അല്ലെങ്കിൽ ഡൈവർജന്റ് തിങ്കിങ്ങിൽ ഉൾപ്പെട്ടിട്ടുള്ള ഘടകങ്ങളാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതേപോലെ മൂന്നാമത്തെ ഒന്നാണ് പ്രശ്നപരിഹരണ ശേഷി, പ്രോബ്ലം സോൾവിങ് എബിലിറ്റി, ഉൾക്കാഴ്ച, ഇൻഡ്യൂഷൻ, അതേപോലെ മൗലികത, ഒറിജിനാലിറ്റി. മൗലികത എന്ന് പറഞ്ഞാൽ എന്താ? മറ്റുള്ളവരിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ രീതിയിൽ പ്രതികരിക്കുന്നതിനുള്ള കഴിവാണ് മൗലികത എന്ന് പറയുന്നത്. ഒരു വ്യക്തി മറ്റു വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് ഒരാളുടെ മൗലികതയാണ് അല്ലെങ്കിൽ ഒറിജിനാലിറ്റിയാണ്. ഇതെല്ലാം സർഗാത്മകതയുടെ അടിസ്ഥാന ഘടകങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് സർഗാത്മകതയുടെ ഘട്ടങ്ങൾ. അല്ലെങ്കിൽ ഒന്നാമത്തേതാണ് സജ്ജീകരണം അല്ലെങ്കിൽ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു പ്രശ്നം നമ്മൾ മുമ്പോട്ട് വെക്കുകയാണ്, അപഗ്രഥിക്കുന്നു. അപ്പൊ ആ ഒരു പ്രശ്നത്തെ പരിഹരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ, പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുന്ന ഒരു ഘട്ടമാണ് സജ്ജീകരണം എന്ന് പറയുന്നത്. അതേപോലെ സർഗാത്മകതയുടെ രണ്ടാമത്തെ ഘട്ടമാണ് ഉദ്ഭവനം അല്ലെങ്കിൽ അടയിരിക്കൽ, ഇൻക്യുബേഷൻ എന്ന് പറയും. ഇൻക്യുബേഷൻ ഒരു പ്രശ്നം തൽക്കാലം മാറ്റി വെച്ചിട്ട് മനസ്സിനെ മറ്റെന്തിലേക്കെങ്കിലും വ്യാപരിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ആ ഒരു ഉദ്ഭവനം അല്ലെങ്കിൽ അടയിരിക്കൽ എന്ന് പറയുന്നത്. ഈ ഒരു ഘട്ടത്തിൽ പ്രശ്നപരിഹരണം ഉടനടി ഉണ്ടാകണമെന്നില്ല. എന്നാൽ ശേഖരിച്ച വസ്തുക്കൾ ബോധ മനസ്സിന്റെ അടിത്തട്ടിൽ സമാഹരിച്ചു വെക്കുകയും ഒക്കെ ചെയ്യുന്ന അബോധ മനസ്സ് അന്വേഷണം തുടങ്ങുകയും പ്രശ്ന നിർദ്ധാരണത്തിനുള്ള ചില സൂചനകൾ നൽകുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു ഉദ്ഭവനം അല്ലെങ്കിൽ ഇൻക്യുബേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെയാണ് പ്രകാശനം അല്ലെങ്കിൽ ഇലൂമിനേഷൻ. പെട്ടെന്നൊരു ഉൾവിളി പോലെ പ്രശ്നപരിഹാര മാർഗങ്ങൾ മനസ്സിലേക്ക് ഓടിയെത്തുന്നവരെന്നാണ് പ്രകാശനം. ഇതൊക്കെ അറിഞ്ഞിരുന്നാൽ മതി. അതുപോലെ വെരിഫിക്കേഷൻ, വിലയിരുത്തൽ, സർഗാത്മകതയുമായുടെ ഒരു ഘട്ടമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് വിലയിരുത്തൽ അല്ലെങ്കിൽ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ഉൾക്കാഴ്ചയിലൂടെ കണ്ടെത്തിയിട്ടുള്ള ഒരു പരിഹാരം ശരി തന്നെയാണോ എന്ന് നിർണ്ണയിക്കാൻ വേണ്ടി അതിനെ പരിശോധിക്കുന്ന ഒരു ഘട്ടമാണ് വിലയിരുത്തൽ എന്ന് പറയുന്നത്. വീണ്ടും ചിന്തിക്കുകയും എത്തിച്ചേർന്ന നിഗമനത്തെ പരിഷ്കരിക്കുകയും മിനിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഘട്ടമാണ് വിലയിരുത്തൽ എന്ന് പറയുന്നത്. അതേപോലെ ഈ സർഗാത്മകത പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അധ്യാപകർക്ക് സ്വീകരിക്കാവുന്ന മാർഗങ്ങളാണ് വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുക, അതേപോലെ അന്വേഷണത്തിനെ പ്രോത്സാഹിപ്പിക്കുക, ആത്മാവിഷ്കാരണത്തിന് അവസരമൊരുക്കുക. ഇതൊക്കെ അവർക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്ന മാർഗങ്ങൾ, ടീച്ചേഴ്സിന് സ്വീകരിക്കാവുന്ന മാർഗങ്ങളൊക്കെയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ പഠനം കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് കോവിഡ് കാലത്ത് കേരളത്തിൽ ആരംഭിച്ചിട്ടുള്ള യൂട്യൂബ് ചാനലിന്റെ പേര് എന്താണ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. 4 ഓപ്ഷനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്: ഗണനിപ്രഭ, ജ്യോതിർമയി, വിക്ടേഴ്സ്, ചങ്ങാതി. ഇത് ആ ഒരു സമയത്തെ ഒരു കറണ്ട് അഫയർ ക്വസ്റ്റ്യൻ ആണ്. ഇനി അത് വരണമെന്നില്ല, എങ്കിലും ആൻസർ അറിഞ്ഞിരിക്കുക. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ, ജ്യോതിർമയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: വികാസത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ശരിയല്ലാത്ത പ്രസ്താവനയാണ്: വികാസം പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിക്കുന്നു. വികാസം വളർച്ചയിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. വികാസം ഗുണാത്മകമാണ്. വികാസ ഘട്ടങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. വളർച്ചയും വികാസം എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമ്മൾ ചർച്ച ചെയ്താണ്, വളരെ പെട്ടെന്നാണ് പോകുന്നത്. കോശവിഭജനം മൂലം ഒരു വ്യക്തിയുടെ പിണ്ടത്തിൽ അല്ലെങ്കിൽ മാസിൽ ഉണ്ടാകുന്ന വർധനമാണ് വളർച്ച. നമുക്കറിയാം, ഒരു വ്യക്തിയെ അനുക്രമമായിട്ട് പരിപക്വതയിലേക്ക് നയിക്കുന്ന പുരോഗനാത്മകമായ മാറ്റമാണ് വികസനം എന്ന് പറയുന്നത്.
വളർച്ച എന്ന് പറയുന്നത് എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് ആണ് അല്ലെ, പരിമാണികമാണ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആണ്. വികാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാളിറ്റേറ്റീവ് ആണ്, ഗുണാത്മകമാണ്. അതിന്റെ ഈ വളർച്ചയും വികാസവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ പ്രത്യേകതകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വികാസം എന്ന് പറഞ്ഞാൽ എന്താണ്? അനുസ്യൂതം നടക്കുന്ന ഒന്നാണ്. അതേപോലെ ക്രമീകൃതമാണ്. വികാസം എന്ന് പറഞ്ഞാൽ ക്രമീകൃതമാണ്. വികാസം സഞ്ചിത സ്വഭാവത്തോട് കൂടിയിട്ടുള്ളതാണ്. അതേപോലെ വികാസം സ്ഥൂലത്തിൽ നിന്ന് ആരംഭിച്ചിട്ട് സൂക്ഷ്മത്തിലേക്ക് കടക്കുന്ന ഒന്നാണ്. അല്ലെങ്കിൽ വികാസം സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്ക് കടക്കുന്ന, അല്ല ജനറൽ ടു സ്പെസിഫിക് ആണ് വികാസം എന്ന് പറയുന്നത്. അതേപോലെ വികാസം പാരമ്പര്യത്തെയും പരിസരത്തെയും ആശ്രയിച്ചിട്ടുള്ള ഒന്നാണ്. വികാസം പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിച്ചിട്ടുണ്ട്. വികാസം വ്യത്യസ്ത ശരീരഭാഗങ്ങൾക്ക് വ്യത്യസ്ത നിരക്കിലാണ് നടക്കുന്നത്. വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. വികാസം പ്രവചനീയമാണ്. വികാസത്തിന്റെ ഗതിയിൽ വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കും. ഇതെല്ലാം ഇതിന്റെ പ്രത്യേകതകളായിട്ട്, വികാസത്തിന്റെ പ്രത്യേകതകളായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. വികാസം വളർച്ചയിലൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്ന് പറയുന്നത് ആ ഒരു ഓപ്ഷൻ അവിടെ തെറ്റായിട്ട്, ശരിയല്ലാത്ത ഒരു പ്രസ്താവനയാണ്. വികാസം സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവനയാണ്. വികാസം വളർച്ചയിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്ന് പറയുന്നത്. വളർച്ചയില്ലെങ്കിലും എന്ത് സാധ്യമാകും? വികാസം സാധ്യമാകും. അതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ തെറ്റാണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ, സ്ഥിരതയാർന്ന വൈകാരിക പ്രകടനം, നൂതന ഭാവനാശേഷി, ശാസ്ത്രചിന്തയുടെ വളർച്ച, ശക്തമായ സമപ്രായ സംഘപ്രവർത്തനങ്ങൾ, വർദ്ധിച്ച കായിക ശക്തി, ധൈര്യം എന്നിവ ഏത് ശിശുവികാസ ഘട്ടത്തിന്റെ സവിശേഷതകളാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ശൈശവം, ഇൻഫാൻസി, മധ്യബാല്യം, മിഡിൽ ചൈൽഡ്ഹുഡ്, അന്ത്യബാല്യം, ലേറ്റർ ചൈൽഡ്ഹുഡ്, കൗമാരം, അഡോൾസൻസ്. ഇതിനകത്ത് ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അന്ത്യബാല്യമാണ് കറക്റ്റ് ആൻസർ. 5ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. പഠനവേളയിലെ ആശയ രൂപീകരണ പ്രക്രിയയിൽ പ്രവർത്തനഘട്ടം, ബിംബനഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം എന്നിവയുണ്ടെന്ന് സൂചിപ്പിച്ചത് ആരാണ്? ഒരുപാട് തവണ നമ്മൾ ചർച്ച ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണിത്. ഓപ്ഷൻസ് നോക്കുക. അസ്ബൽ ഉണ്ട്, വൈഗോട്സ്കി ഉണ്ട്, പിയാഷെ ഉണ്ട്, ബ്രൂണർ ഉണ്ട്. ഓപ്ഷൻസ് കാണാതെ നമുക്ക് ഉത്തരം അറിയാം. ഓപ്ഷൻ ഡി ബ്രൂണർ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. പ്രവർത്തനഘട്ടം എന്ന് അല്ലെങ്കിൽ ഇനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചുകൊണ്ടൊരു കാര്യം പഠിക്കുന്നതിനെയാണ് പ്രവർത്തനഘട്ടം എന്ന് ബ്രൂണർ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ബിംബനഘട്ടം അല്ലെങ്കിൽ ഐക്കോണിക് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നേരിട്ടുള്ള അനുഭവത്തിന് പകരം എന്ത് ചെയ്യുന്നു? ബിംബങ്ങൾ, ചിത്രങ്ങളോ മോഡലുകളൊക്കെ വെച്ചുകൊണ്ടുള്ള പഠനത്തെയാണ് ബിംബനഘട്ടം എന്ന് പറയുന്നത്. സിംബോളിക് ഏജുകളിൽ പ്രതിരൂപാത്മക ഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? അമൂർത്തമായിട്ടുള്ള ആശയങ്ങൾ, പ്രതീകങ്ങൾ തുടങ്ങിയവ ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനത്തെയാണ് ഈ പ്രതിരൂപാത്മക ഘട്ടം എന്ന് പറയുന്നത്. കുട്ടി നേടിയ അറിവിനെ പ്രതീകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കോഡ് ചെയ്യാൻ ഈ ഒരു ഘട്ടത്തിൽ സാധിക്കുന്നു എന്നുള്ളതാണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ, കേൾവി പരിമിതിയുള്ള കുട്ടികൾ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന ഭാഷ ഏത്? യന്ത്രഭാഷയാണോ, ആംഗ്യഭാഷയാണോ, ബ്രെയിലി ആണോ, മുകളിൽ പറഞ്ഞവയെല്ലാമാണോ? ഓപ്ഷൻ ബി ആംഗ്യ ഭാഷയാണല്ലേ. കേൾവി പരിമിതിയുള്ള കുട്ടികൾ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്നത് എപ്പോഴും സൈൻ ലാംഗ്വേജ് ആയിരിക്കും. ഇവിടെ ബ്രെയിലി എന്ന് പറയുന്നത് എന്താണ്? ബ്രെയിലി ലിപിയെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. കാഴ്ച വൈകല്യമുള്ളവർക്ക് വായിക്കാനും എഴുതാനും സഹായിക്കുന്ന ലിപിയാണ് ബ്രെയിലി എന്ന് പറയുന്നത്. വിരലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ലിപി വായിക്കുന്നത്. ലോകത്തിലെ ഏത് ഭാഷയിലും ബ്രെയിലി ലിപിയിൽ എഴുതാൻ സാധിക്കും. ഫ്രഞ്ചുകാരനായിട്ടുള്ള ലൂയി ബ്രെയിലിയാണ് ഈ ഒരു ലിപി കണ്ടെത്തിയെന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. 7ാമത്തെ ക്വസ്റ്റ്യൻ, ചിന്തയും അതിന് ഉൽപ്പന്നമായ അറിവും സ്വയം ഉണ്ടാകുന്നതല്ല. കുട്ടി ഉൾപ്പെടുന്ന സമൂഹത്തിന്റെ സംസ്കാരത്തിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും രൂപപ്പെടുന്നതാണ് എന്ന് സൂചിപ്പിക്കുന്ന വൈഗോട്സ്കിയൻ സമീപനത്തെ പറയുന്ന പേര് എന്താണ്? ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം മനസ്സിലാവുന്നുണ്ട്. ഓപ്ഷൻ ബി ആണ് സാമൂഹിക ജ്ഞാന നിർമ്മിതി സമീപനം. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച് ആണ് ഈ ഒരു വൈഗോട്സ്കിയൻ അപ്രോച്ചിന് പറയുന്ന പേരെന്ന് പറയുന്നത് അല്ലേ. വൈഗോട്സ്കി അദ്ദേഹത്തിന്റെ ഒരു തിയറിയാണ് സാമൂഹിക വിജ്ഞാന സൃഷ്ടി സിദ്ധാന്തം എന്ന് പറയുന്നത്. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറി എന്ന് പറയുന്നത് അതായത് മനുഷ്യരുടെ ബൗദ്ധിക വികാസം അല്ലെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അത് അവർ ലോകത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിലും അതുപോലെ ഭാഷിക സംസ്കാരത്തിനും ഒഴിച്ചുകൂടാനാവാത്തൊരു പങ്ക് അതിലുണ്ട് എന്ന് പറയുന്ന ഒരു തിയറിയാണത്. സാമൂഹികമായ ഇടപെടലിനെ സഹായിക്കുന്ന തരത്തിൽ പ്രധാനപ്പെട്ട 2 സാംസ്കാരിക ഉപകരണങ്ങളായിട്ട് അദ്ദേഹം മനസ്സിലാക്കിയിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് ഭൗതിക ഉപകരണങ്ങളും മാനസിക ഉപകരണങ്ങളും എന്ന് പറയുന്നത് അല്ലെ. അവരുപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തി ഉപയോഗിക്കുന്ന 2 പ്രധാനപ്പെട്ട സാമൂഹിക ഇടപെടലിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്, 2 ടൂൾസ് ആണ്. ഏതൊക്കെ? കൾച്ചറൽ ടൂൾസ് പ്രത്യേകം ചോദിച്ചിട്ടുള്ളതാണ്. ഭൗതിക ഉപകരണങ്ങളും അതേപോലെ മാനസിക ഉപകരണങ്ങളും. 8ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. 10 വയസ്സുകാരനായ സഞ്ജുവിന് ക്രിക്കറ്റ് ഒരു ഹരമാണ്. അവൻ നല്ലൊരു ബാറ്ററും അതുപോലെ സ്പിൻ ബൗളറുമാണ്. ക്രിക്കറ്റിന്റെ ബാലപാഠങ്ങൾ അവൻ സ്വയം പഠിക്കുകയും മുതിർന്ന കളിക്കാരുമായി കളിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ഇത് അവൻ കേരള സ്റ്റേറ്റ് ജൂനിയർ ക്രിക്കറ്റ് ടീം കളിക്കാരനാണ്. ഇത് അവന്റെ സ്കൂളിന് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. സ്കൂളിലെ ഏത് രേഖയിലാണ് സഞ്ജുവിന്റെ പേര് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ രേഖപ്പെടുത്തി സൂക്ഷിക്കേണ്ടത് എവിടെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ക്യുമുലേറ്റീവ് റെക്കോർഡ് സഞ്ചിത രേഖയുണ്ട്, അനക്ഡോട്ടൽ റെക്കോർഡ് ഉപാഖ്യാന രേഖയുണ്ട്, പോർട്ട്ഫോളിയോ ഉണ്ട്, ലോഗ് ബുക്ക് ഉണ്ട്. ഇതിനകത്ത് ആൻസർ ആയിട്ട് വരുന്ന ഏതാണ്? ഉപാഖ്യാന രേഖയാണ് അല്ലെ. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അനക്ഡോട്ടൽ റെക്കോർഡാണ്. സഞ്ചിത രേഖ അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്താണെന്ന് മനസ്സിലാക്കണം. ഒരു കുട്ടിയെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കാൻ നമ്മളെ ഒരു ടീച്ചറിനെ സഹായിക്കുന്ന ഒരു റെക്കോർഡാണ് ക്യുമുലേറ്റീവ് റെക്കോർഡ് അല്ലെങ്കിൽ സഞ്ചിത രേഖ എന്ന് പറയുന്നത്.
അതായത് ഒരു കുട്ടിയുടെ ആരംഭം മുതലുള്ള തുടർച്ചയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്ന ഒന്നാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. കാര്യശേഷിയുണ്ട്, അതുപോലെ മാനസിക പക്വതയുണ്ട്, പഠന നേട്ടം വരുന്നുണ്ട്, സാമൂഹിക ബോധം വരുന്നുണ്ട്, മൂല്യബോധം വരുന്നുണ്ട്, വൈകാരിക വികാസം വരുന്നുണ്ട്, കുട്ടിയുടെ ആരോഗ്യം വരുന്നുണ്ട്, അനാരോഗ്യപരമായ കാര്യങ്ങൾ വരുന്നുണ്ട്, പാഠ്യേതര താല്പര്യങ്ങളും പശ്ചാത്തലവും മെച്ചപ്പെടൽ സാധ്യതകൾ തുടങ്ങിയ ഒട്ടേറെ വിവരങ്ങൾ സഞ്ചിത രേഖയിൽ എന്ത് ചെയ്യുന്നുണ്ട്, സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. കുഞ്ഞു ക്ലാസ് തൊട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ക്യുമുലേറ്റീവ് റെക്കോർഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അതാണ് സഞ്ചിത രേഖ അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് റെക്കോർഡ്. ഉപാഖ്യാന രേഖ അല്ലെങ്കിൽ അനക്ഡോട്ടൽ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താ, കുട്ടികളിൽ ഉണ്ടാകുന്ന അവിചാരിതമായിട്ടുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉള്ളതാണ് ഉപാഖ്യാന രേഖ എന്ന് പറയുന്നത്. ആകസ്മികമായിട്ടുള്ള പ്രതികരണങ്ങൾ എന്ത് ചെയ്യുന്നു, അപ്പം തന്നെ രേഖപ്പെടുത്തി വെക്കുന്നു. അത് വ്യക്തികളുടെ സവിശേഷതകളിലേക്ക് വെളിച്ചം വീശുന്ന പേര്, അതുപോലെ തന്നെ സംഭവ വിവരണം, ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സവിശേഷതകളിലേക്ക് വെളിച്ചം വീശുന്ന ഒന്നാണ് ഈ ഒരു ഉപാഖ്യാന രേഖ എന്ന് പറയുന്നത്. പേര്, സംഭവ വിവരണം, സംഭവ വ്യാഖ്യാനം തുടങ്ങിയവ ഒക്കെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കോളങ്ങളൊക്കെ ഈ ഒരു ഉപാഖ്യാന രേഖയിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഇത്തരത്തില് ഒരു സംഭവ വിവരണം, അതുപോലെ തന്നെ അവന്റെ പേര്, ഒരു പേര് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സംഭവത്തിന്റെ വിവരണം, ആ സംഭവത്തിന്റെ നടന്നു കഴിഞ്ഞാൽ അവനെ കുറിച്ചുള്ള ആ സംഭവത്തിന്റെ വ്യാഖ്യാനം തുടങ്ങിയ കാര്യങ്ങളെല്ലാം, പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, ആ ഒരു ഉപാഖ്യാന രേഖയിൽ എഴുതി സൂക്ഷിക്കുന്നു. ഇവിടെ സഞ്ജു എന്ന് പറയുന്ന വ്യക്തി ആ ഒരു സ്കൂളിന് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം ചെയ്തിരിക്കും. സ്കൂളിലെ ഏത് രേഖയിലാണ് സഞ്ജുവിന്റെ പേര് രേഖപ്പെടുത്തി വെക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉപാഖ്യാന രേഖയിലായിരിക്കും. അപ്പൊ പേരും സംഭവ വിവരണം, സംഭവ വ്യാഖ്യാനം തുടങ്ങി ആ ഒരു വ്യക്തിയുടെ പ്രധാനപ്പെട്ട എല്ലാ സംഭവ വികാസങ്ങളും എവിടെയാണ്, ഓർമ്മക്കുറിപ്പുകളും എല്ലാം ഇവിടെ സൂക്ഷിക്കുന്നുണ്ട്, ആ ഒരു ഉപാഖ്യാന രേഖയിൽ സൂക്ഷിക്കുന്നുണ്ട്. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ. ടെലിവിഷനിൽ കണ്ട മാതൃക നോക്കി ഗേളി ഘട്ടം ഘട്ടമായ പ്രവർത്തനങ്ങളിലൂടെ പേപ്പർ ബോട്ട് ഉണ്ടാക്കിയാണ്. ഗേളി എന്ന് പറയുന്നൊരു കുട്ടിയാണ്. അപ്പം പേപ്പർ ബോട്ട് ഉണ്ടാക്കിയാണ്. ഓർത്ത് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ ഘട്ടങ്ങൾ നോട്ട് ബുക്കിൽ കുറിച്ചു വെച്ചു. അങ്ങനെ ഘട്ടങ്ങളെ ഓർമ്മയിൽ നിലനിർത്താൻ കഴിഞ്ഞു. തുടർന്ന് ഒരു പേപ്പർ ബോട്ട് കൂട്ടുകാരുടെ മുന്നിൽ നിർമ്മിച്ചു കാണിച്ചു. കൂട്ടുകാർ അവളെ പ്രശംസകൾ കൊണ്ട് പൊതിഞ്ഞു. ആരുടെ നിരീക്ഷണ പഠന സിദ്ധാന്തമാണ് ഇവിടെ പ്രയോഗിക്കപ്പെട്ടത്? ഇവിടെ നിരീക്ഷണ പഠനം ആരുടേതാണെന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. വലിയൊരു ക്വസ്റ്റ്യൻ ആണെങ്കിലും നിരീക്ഷണ പഠനം ആരുടേതാണെന്ന് നമുക്കറിയാം. ആരുടേതാണ്? ഓപ്ഷൻസ് നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, പറയേണ്ട കാര്യമില്ല. ആരാണ്? ആൽബർട്ട് ബന്ദർ. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത്. നിരീക്ഷണ പഠനം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആൽബർട്ട് ബന്ദരയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആക്രമണവാസന പോലെയുള്ള പല തെറ്റായ ശീലങ്ങളും സമൂഹ മനസ്സിലേക്ക് കടന്നു വരുന്നത് നിരീക്ഷണത്തിലൂടെയും അനുകരണത്തിലൂടെയുമാണെന്നാണ് ആൽബർട്ട് ബന്ദര പറയുന്നത്. നിരീക്ഷണത്തിലൂടെയും അനുകരണത്തിലൂടെയുമാണ് ദൃശ്യമാധ്യമങ്ങളിലെ പെരുമാറ്റ രീതികൾ, രക്ഷിതാക്കളുടെയും മുതിർന്നവരുടെയും പെരുമാറ്റ രീതികൾ തുടങ്ങിയവ കുട്ടികൾ അനുകരിക്കുകയും അവലംബിക്കുകയും ചെയ്യുമെന്നാണ് ആൽബർട്ട് ബന്ദര പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു എക്സ്പെരിമെന്റ് ഉണ്ട്, ബോബോ പാവ എക്സ്പെരിമെന്റിലൂടെ അദ്ദേഹം നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ള ഒരു കാര്യമാണത്. ഒരാൾ മറ്റൊരാളുടെ വ്യവഹാരങ്ങൾ അനുകരിക്കുന്നതിലൂടെയാണ് പഠനം നടക്കുന്നതെന്നും ആര് പറയുന്നുണ്ട്? ബന്ദര പറയുന്നുണ്ട്. ഈ നിരീക്ഷണ പഠനങ്ങൾക്ക് 5 അടിസ്ഥാന ഘടകങ്ങളുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ ചോദിച്ചിട്ടുള്ളതാണ് മാതൃക നൽകൽ അല്ലെങ്കിൽ മോഡലിംഗ്, അതേപോലെ ശ്രദ്ധ അറ്റൻഷൻ, നിലനിർത്തൽ റിട്ടൻഷൻ, ചാലക പ്രകടനം മോട്ടോർ റിപ്രൊഡക്ഷൻ, അഭിപ്രേരണ അല്ലെങ്കിൽ പ്രബലനം മോട്ടിവേഷൻ, റീഇൻഫോഴ്സ്മെന്റ്. ഇതൊക്കെ ഈ ഒരു നിരീക്ഷണ പഠനത്തിലെ പ്രധാനപ്പെട്ട 5 ഘട്ടങ്ങളാണ്. അത് ചോദിച്ചിട്ടുണ്ട്. 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വ്യക്തികളുടെ ആത്മനിഷ്ഠമായ ചിന്തകൾക്കും നിലപാടുകൾക്കും പ്രാധാന്യം നൽകുന്ന വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? പേഴ്സൺ സെന്റേർഡ് തിയറി. നമുക്കറിയാം, ഓപ്ഷൻസ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാൾ റോജേഴ്സ് ഉണ്ട്, വില്യാർഡ് ആൽപോർട്ട് ഉണ്ട്, എബ്രഹാം മാസ്ലോ, RB കാറ്റൽ. ആൻസർ കാൾ റോജേഴ്സ് ആണ് അല്ലെ? ഓപ്ഷൻ എ ആണ്, കാൾ റോജേഴ്സ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം അല്ലെങ്കിൽ പേഴ്സൺ സെന്റേർഡ് തിയറി. എന്താണ് കാൾ റോജേഴ്സ് ഈ ഒരു തിയറിയിലൂടെ പറയുന്നത്? ഓരോ വ്യക്തിയും സ്വന്തം നിലയിൽ ഏറ്റവും മികച്ച വ്യക്തിയായിട്ട് മാറുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ സജീവവും ക്രിയാത്മകവുമായിട്ട് തൻ്റെ ചുറ്റുപാടുകളോട് ഇടപെട്ടുകൊണ്ട് തൻ്റെ കഴിവിൽ പരമാവധിയിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ടാണ് ഒരു മനുഷ്യൻ പരിശ്രമിക്കുന്നതെന്നാണ് ഈ വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തത്തിൽ കാൾ റോജേഴ്സ് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ഈ ഒരു തിയറിയെ വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം എന്നറിയപ്പെടാനുള്ള മെയിൻ കാരണം എന്താണ്? വ്യക്തികളുടെ ആത്മനിഷ്ഠമായിട്ടുള്ള നിലപാടുകൾക്ക് പ്രാധാന്യം നൽകുന്നതുകൊണ്ടാണ്. വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാൾ റോജേഴ്സ് മുന്നോട്ട് വെച്ചിട്ടുള്ള കുറെ കൺസെപ്റ്റുകളുണ്ട്, നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. ആത്മബോധ സങ്കല്പം അല്ലെങ്കിൽ അഹം, സെൽഫ് കൺസെപ്റ്റ്, അതേപോലെ ആദർശാത്മക അഹം അല്ലെങ്കിൽ യാഥാർത്ഥ്യാധിഷ്ഠിത അഹം, ഐഡിയൽ സെൽഫ് എന്ന് പറയും. നിരുപാധിക പരിഗണന ഓർ സ്നേഹം, അൺകണ്ടീഷൻഡ് പോസിറ്റീവ് റിഗാർഡ് ഓർ ലവ്, പൂർണ്ണ വ്യക്തിത്വം, ഫുള്ളി ഫങ്ഷനിങ് പേഴ്സണാലിറ്റി. ഇത് 4മാണ് പ്രധാനമായിട്ടും കാൾ റോജേഴ്സിന്റെ നമ്മുടെ വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തത്തിൽ പേഴ്സൺ സെന്റേർഡ് തിയറിയിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള കൺസെപ്റ്റുകളാണ്. ആത്മബോധ സങ്കല്പം അല്ലെങ്കിൽ സെൽഫ് കൺസെപ്റ്റ് അഹം എന്ന് പറയും. ആദർശാത്മക അഹം അല്ലെങ്കിൽ ഐഡിയൽ സെൽഫ് യാഥാർത്ഥ്യാധിഷ്ഠിത അഹം എന്ന് പറയും. നിരുപാധിക പരിഗണന ഓർ സ്നേഹം, അൺകണ്ടീഷൻഡ് പോസിറ്റീവ് റിഗാർഡ് ഓർ ലവ്, പൂർണ്ണ വ്യക്തിത്വം, ഫുള്ളി ഫങ്ഷനിങ് പേഴ്സണാലിറ്റി.
11ാമത്തെ ക്വസ്റ്റ്യൻ ഒരുപാട് തവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. സ്കീമ എന്ന വൈജ്ഞാനിക ഘടന രൂപം കൊള്ളുന്നത് പഠിതാവ് നേടുന്ന അറിവുകളും അനുഭവങ്ങളും രണ്ട് പൂരക സമ്പ്രദായങ്ങളിലൂടെ രൂപപ്പെട്ട് വികസിച്ചാണെന്ന് പിയാഷെ അഭിപ്രായപ്പെടുന്നു. ആ രണ്ട് സമ്പ്രദായങ്ങൾ ഏവ? സംസ്ഥാപനം അസന്തുലനം, അക്കോമഡേഷൻ ആൻഡ് ഡിസെക്ലിബ്രിയം. സംസ്ഥാപനം സന്തുലനം, അക്കോമഡേഷൻ ആൻഡ് ഇക്വിലിബ്രിയം. സാംശീകരണം സംസ്ഥാപനം, അസിമുലേഷൻ ആൻഡ് അക്കോമഡേഷൻ. സാംശീകരണം സന്തുലനം, അസിമുലേഷൻ ആൻഡ് ഇക്വിലിബ്രിയം. ഇവിടെ ആൻസർ നിങ്ങൾക്ക് മനസ്സിലായ ഓപ്ഷൻ സി ആണ്, സാംശീകരണം ആൻഡ് സംസ്ഥാപനം, അസിമുലേഷൻ ആൻഡ് അക്കോമഡേഷൻ. പിയാഷെയുടെ പഠന സങ്കല്പത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു വ്യക്തിയുടെ പുതിയ അനുഭവങ്ങൾ വൈജ്ഞാനിക ഘടനയിലേക്ക് അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് ഡൊമൈനിലേക്ക് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട്, അസന്തുലിതാവസ്ഥ പരിഹരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മാർഗങ്ങളാണ് പൊതുവെ സ്വീകരിക്കാറുള്ളതെന്നാണ് പിയാഷെ പറയുന്നത്. ഒന്ന് അസിമുലേഷൻ അല്ലെങ്കിൽ സാംശീകരണം, രണ്ട് അക്കോമഡേഷൻ അല്ലെങ്കിൽ സംസ്ഥാപനം. അസിമുലേഷനും അക്കോമഡേഷനും നമ്മൾ മനസ്സിലാക്കുമ്പോൾ പ്രധാനമായിട്ടും ഒരു ഉദാഹരണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. ഇപ്പം ആദ്യമായിട്ടൊരു JCB കാണുന്ന കുട്ടി അതിനെ അത്ഭുതത്തോടെ നോക്കും അല്ലേ. അപ്പം എന്നിട്ട് അവൻ എന്ത് ചെയ്യുന്നു, തൻ്റെ അച്ഛനോട് അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും പറയുകയാണ്, അച്ഛാ ഇതൊരു ആനവണ്ടി എന്ന് പറയും. ഇപ്പോൾ JCB കാണുന്ന കുട്ടി എന്ത് ചെയ്യുന്നു, അതൊരു ആനവണ്ടിയാണെന്ന് കുട്ടി എന്ത് ചെയ്യുന്നു, അച്ഛനോടോ ആരോടെങ്കിലും പറയുന്നു. കുട്ടിക്ക് കുറേ വണ്ടികളെക്കുറിച്ച് അറിയാം. അപ്പം തൻ്റെ കളിപ്പാട്ടങ്ങൾ അറിയാം, അതുപോലെ തന്നെ വഴിയിൽ കൂടി പോയിട്ടുള്ള കാറും ബൈക്കും ഒക്കെ കുട്ടി കണ്ടിട്ടുണ്ട്. അങ്ങനെ കുറേ വണ്ടി കണ്ടു. പക്ഷേ JCB എന്ത് ചെയ്യുന്നില്ല, കുട്ടി കണ്ടിട്ടില്ല. അപ്പോൾ ആനയൊക്കെ കൊച്ചു കാണുന്നുണ്ടല്ലേ, ആനയൊക്കെ കൊച്ചു കണ്ടിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് കുട്ടി എന്ത് കാണുന്നത്, JCB കാണുന്നത്. അപ്പോൾ പുതിയൊരു വണ്ടി കണ്ടപ്പോൾ കുട്ടികളുണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ മാനസികമായിട്ടുള്ള എന്ത് ചെയ്തു, ഒരു അസന്തുലിതാവസ്ഥ കുട്ടിയിലുണ്ടായി. കാരണം വണ്ടികളെ സംബന്ധിച്ച് അവന് കുറച്ച് അറിവുകളൊക്കെ ഉണ്ട്, പക്ഷേ ഈ വണ്ടിയായിട്ട് എന്ത് ചെയ്യുന്നില്ല, ആ അറിവുകൾ പൊരുത്തപ്പെടുന്നില്ല. കാരണം കുറേ വണ്ടികളൊക്കെ കുട്ടിക്ക് അറിയാം, JCB ആദ്യമായിട്ട് കാണുന്നുണ്ട്, അത് ഒരു അസന്തുലിതാവസ്ഥ ഉണ്ടാക്കി. ആനയും കണ്ടുകൊണ്ട് അപ്പോൾ ആനയുടെ തുമ്പിക്കൈ പോലെയൊക്കെ JCBയുടെ ആ മണ്ണ് മാറ്റുന്ന ഫ്രണ്ടിലെ സാധനമൊക്കെ കണ്ടപ്പം എന്ത് ചെയ്യുന്നു, കുട്ടിക്ക് ആനയുടെ ആ ഒരു തുമ്പിക്കൈ പോലെയൊക്കെ തോന്നുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് JCB കണ്ടപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു, ഒരു അത്ഭുതം ഉണ്ടായി. ഇപ്പോൾ അതിൻ്റെ കാരണം എന്താണ്, അവന് ആ ഒരു അറിവില്ല. അങ്ങനെ അവൻ എന്ത് ചെയ്യുന്നു, സ്വയം തൻ്റെ മുന്നറിവുകളുമായിട്ട് ഈ ഒരു അസന്തുലിതാവസ്ഥയെ പരിഹരിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ആനവണ്ടി എന്നൊരു കൺസെപ്റ്റ് കുട്ടിയിലേക്ക് വരാനും ഇത് ആനവണ്ടിയാണെന്ന് അച്ഛനോട് പറയാനും കാരണം. ആനയുടെ തുമ്പിക്കയും അതുപോലെ JCBയുടെ കൈയും തമ്മിലുള്ള ഒരു സാമ്യം കുട്ടി മനസ്സിലാക്കിയാണ് അവിടെ. അപ്പോൾ ഈ ഒരു മുന്നറിവിൽ നിന്ന് എന്ത് ചെയ്യുന്നു, കുട്ടി ആനവണ്ടിയാണെന്ന് പറയാൻ കാരണം. അപ്പോൾ ഇങ്ങനെ നിലവിലുള്ള അറിവ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, പുതിയൊരു അനുഭവത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, സാംശീകരണം അല്ലെങ്കിൽ അസിമുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അച്ഛൻ അത് JCB ആണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം മോനെ ഇത് എന്താണ്, ആനവണ്ടി അല്ല, അതിൻ്റെ പേരാണ് JCB ആണെന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പം കുട്ടിയുടെ വൈജ്ഞാനിക ഘടനയിൽ പുതിയൊരു വൈജ്ഞാനിക അംശം എത്തിച്ചേർന്നു അല്ലെ, ഒരു പുതിയ സ്കീമ എത്തിച്ചേർന്നു. അപ്പോൾ എന്താണത്, അതിനെയാണ് സംസ്ഥാപനം അല്ലെങ്കിൽ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ അക്കോമഡേഷനും അതുപോലെ തന്നെ സാംശീകരണം അല്ലെങ്കിൽ അസിമുലേഷൻ, സംസ്ഥാപനം അല്ലെങ്കിൽ അക്കോമഡേഷൻ. അപ്പോൾ ഈ രണ്ട് കൺസെപ്റ്റ് പിയാഷെയുടെ കോഗ്നിറ്റീവ് തിയറിയിൽ നമ്മൾ പഠിച്ചതാണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഫെമിനയുടെ മാനസിക വയസ്സ് അവളുടെ കാലിക വയസ്സിനേക്കാൾ കൂടുതലാണ്, എന്നാൽ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരി ഏത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഫെമിനയുടെ IQ 100-നേക്കാൾ കൂടുതലാണ്, ഫെമിനയുടെ IQ 100 ആണ്, IQ 100-നേക്കാൾ കുറവാണ്, IQ 90 ആണെന്നൊക്കെ പറഞ്ഞിട്ട് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം മനസ്സിലായി. ഓപ്ഷൻ എ ആണ് ആൻസർ, ഫെമിനയുടെ IQ 100-നേക്കാൾ കൂടുതലാണ്. നമ്മൾ ബുദ്ധിമാപനം അല്ലെങ്കിൽ മെഷർ ഓഫ് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ മാനസിക വയസ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചതാണ്. മെൻ്റൽ ഏജ് എന്നൊരു കൺസെപ്റ്റ് രൂപം കൊടുത്തിട്ടുള്ളത് ആൽഫ്രഡ് ബിനെ ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ. മെൻ്റൽ ഏജ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് രൂപം കൊടുത്തിട്ടുള്ളത് ആരാണ്, ആൽഫ്രഡ് ബിനെയാണ്. ചില വ്യക്തികൾക്ക് അവരുടെ കാലിക വയസ്സിനേക്കാൾ അല്ലെങ്കിൽ ക്രോണോളജിക്കൽ ഏജ് എന്ന് പറയും, അവരുടെ പ്രായമാണ് അതല്ലേ ക്രോണോളജിക്കൽ ഏജ് അല്ലെങ്കിൽ കാലിക വയസ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ഇപ്പോൾ നിലവിലുള്ള ഏജ്. അപ്പം ആ ഒരു വയസ്സിനേക്കാൾ, കാലിക വയസ്സിനേക്കാൾ മാനസിക വയസ്സ് എന്ത് ചെയ്യുന്നു, കൂടുതലായിരിക്കും. ഇതിന് നമുക്ക് അവരുടെ IQ കണ്ടെത്തിയാൽ മതി. IQ എന്ന് പറഞ്ഞാൽ ബുദ്ധിമാനം, ഇമോഷണൽ കോഷ്യന്റ് അല്ലേ. ആ ഒരു പദം ആദ്യമായിട്ട് പ്രയോഗിച്ച ആരാണെന്ന് പഠിച്ചിട്ടുണ്ട്, വില്യം സ്റ്റേൺ ആണ്. IQ എന്നൊരു കൺസെപ്റ്റ് ആദ്യമായിട്ട് ആ ഒരു നെയിം കൊണ്ടുവന്നത് ആരാണ്, വില്യം സ്റ്റേൺ ആണ്. അദ്ദേഹം ബുദ്ധിമാനം കാണുന്നത്, IQ എങ്ങനെ കാണുന്നതെന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. MA/C/100 മെന്റൽ ഏജ് ക്രോണോളജിക്കൽ ഏജിനെ എന്ത് ചെയ്യുന്നു, 100 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, IQ കിട്ടും. അപ്പോൾ ഒരു കുട്ടിയുടെ മാനസിക വയസ്സ് കാലിക വയസ്സിന് തുല്യമായിരുന്നാൽ അവൻ്റെ IQ എത്രയായിരിക്കും, 100 ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു കുട്ടിയുടെ മാനസിക വയസ്സ് അവൻ്റെ കാലിക വയസ്സിന് തുല്യമായിരുന്നാൽ അവൻ്റെ IQ എന്ന് പറഞ്ഞാൽ 100 ആയിരിക്കും. 100-ൽ കുറവ് വന്നാൽ എന്തായിരിക്കും, ബുദ്ധി കുറവായിരിക്കും. 100-ൽ കൂടുതൽ വന്നാൽ എന്തായിരിക്കും, ബുദ്ധി കൂടുതലായിരിക്കും. മനസ്സിലാക്കണം. അതായത് എപ്പോഴും മാനസിക വയസ്സാണ് കൂടുതലെങ്കിൽ എന്താണ്, IQ 100-നേക്കാൾ കൂടുതലായിരിക്കും. ഇവിടെ ഫെമിനയുടെ മാനസിക വയസ്സെന്ന് പറയുന്നത് കാലിക വയസ്സിനേക്കാൾ കൂടുതലായതുകൊണ്ട് എന്താണ്, ഫെമിനയുടെ IQ 100-നേക്കാൾ കൂടുതലാണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഗസ്റ്റാൾട്ട് തിയറി അനുസരിച്ചുകൊണ്ട് കുട്ടികളുടെ പഠനം ഏറ്റവും ഫലപ്രദമാകുന്നത് എപ്പോൾ? 4 ഓപ്ഷൻസ്, ആവർത്തന പഠന രീതിയിലൂടെ, പ്രശ്നപരിഹരണ രീതിയിലൂടെ, ശ്രമപരാജയ രീതിയിലൂടെ, അനുബന്ധന രീതിയിലൂടെ. ഇപ്പോൾ ഉത്തരം ഏതാണ്,
ഗസ്റ്റാൾട്ട് തിയറി അനുസരിച്ചുകൊണ്ട് ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ. പ്രശ്നപരിഹരണ രീതിയിലൂടെ പ്രോബ്ലം സോൾവിംഗ് മെത്തേഡാണ് ഗസ്റ്റാൾട്ട് തിയറിയിൽ വരുന്നത്. ഗസ്റ്റാൾട്ട് തിയറിയുടെ പ്രധാനപ്പെട്ട വക്താക്കൾ ആരൊക്കെയാണ്? മാക്സ് വെർത്തിമർ ഉണ്ട്, കൊഹ്ലർ, കട്ട്കോഫ്ക. ഇവർ മൂന്നാണ് പ്രധാനമായിട്ടും ഗസ്റ്റാൾട്ട് തിയറിയുടെ വക്താക്കൾ എന്ന് പറയുന്നത്. എന്ത് പഠിപ്പിച്ചാലും അത് അർത്ഥപൂർണമായിട്ട് വേണം പഠിപ്പിക്കാൻ എന്നാണ് ആര് പറയുന്നത്? ഗസ്റ്റാൾട്ട് ചിന്തകന്മാർ പറയുന്നത്. എന്ത് പഠിപ്പിച്ചാലും എന്താണ്? അത് അർത്ഥപൂർണമായിട്ട് വേണം പഠിപ്പിക്കാനെന്നാണ്. അർത്ഥപൂർണത ലഭിക്കണമെങ്കിൽ ഒരു പ്രശ്നത്തെ സമഗ്രമായിട്ട് അവതരിപ്പിക്കണമെന്നാണ് അവർ പറയുന്നത്. ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റുകൾ പ്രധാനമായിട്ടും പറയുന്ന മറ്റൊരു കാര്യം, ഒരു പ്രോബ്ലം സോൾവിംഗ് അപ്രോച്ച്, ഒരു പ്രശ്ന നിർദ്ധാരണ സമീപനം മുന്നോട്ട് വെക്കുന്നത് കുട്ടികളിൽ നിരീക്ഷണ ശേഷിയും ചിന്തന ശേഷിയും പ്രയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരം പഠിതാക്കൾക്ക് ലഭിക്കുന്നു എന്നാണ്. അപ്പോൾ ഇത്തരത്തിലൊരു അർത്ഥപൂർണ്ണത ലഭിക്കണമെങ്കിൽ ഒരു പ്രശ്നത്തെ എന്ത് ചെയ്യണം? സമഗ്രമായിട്ട് അവതരിപ്പിക്കണം, ഒരു പ്രോബ്ലം സോൾവിംഗ് സമീപനം മുന്നോട്ട് വെക്കണം എന്നൊക്കെയാണ് പറയുന്നത്. പഠിതാക്കളെ അറിവുകൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന അന്വേഷകരുടെ സ്ഥാനത്തേക്ക് ഉയർത്തണമെന്നും ആര് അവകാശപ്പെടുന്നുണ്ട്? ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റുകൾ അവകാശപ്പെടുന്നുണ്ട്. പ്രധാനപ്പെട്ട വക്താക്കൾ ആരൊക്കെയാണ്? മാക്സ് വെർത്തിമർ, കൊഹ്ലർ, കട്ട്കോഫ്ക. 14ാമത്തെ ക്വസ്റ്റ്യൻ, ബുദ്ധിമാനവുമായിട്ട് ഐക്യവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വൈകാരിക മാനത്തിനാണ് ഇക്യുവിനാണ് ജീവിത വിജയം നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കെന്ന് സൂചിപ്പിച്ചത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആരാണ് ആൻസർ എന്ന്, ഏതാണ് ആൻസർ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഹൊവാർഡ് ഗാർഡനർ ആണോ, ഡാനിയൽ ഗോൾമാൻ ആണോ, ആൽബർട്ട് ബിനെ ആണോ, തോണ്ടേക്ക് ആണോ? യെസ്, 14ാമത്തെ ആൻസർ ബി ആണ്, ഡാനിയൽ ഗോൾമാൻ ആണ്. ഐക്യുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇക്യുവിനാണ് ജീവിത വിജയത്തെ നിർണ്ണയിക്കുന്നതിൽ പ്രധാനമെന്ന് പറഞ്ഞ സൈക്കോളജിസ്റ്റ് ആരാണ്? ഡാനിയൽ ഗോൾമാൻ ആണ്. അദ്ദേഹമാണ് വൈകാരിക മാനം, ഇക്യു എന്നൊരു കൺസെപ്റ്റ് ലോകത്ത് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. 15ാമത്തെ ക്വസ്റ്റ്യൻ, മെച്ചപ്പെട്ട പഠനം കുട്ടികളിൽ ഉറപ്പാക്കുന്നതിന് ഒരു ടീച്ചർക്ക് ആവശ്യം വേണ്ടത് ചുവടെ തന്നിട്ടുള്ളവയിൽ ഏതാണ്? പഠിതാക്കളെക്കുറിച്ചുള്ള അറിവ്, വ്യക്തമായ ഉള്ളടക്ക ധാരണ, വിവിധ വിനിമയ രീതികളെക്കുറിച്ചുള്ള ധാരണ, മുകളിൽ പറഞ്ഞവയല്ല. ഓപ്ഷൻസ് കാണുമ്പോൾ അറിയാം, മുകളിൽ പറഞ്ഞവയെല്ലാമാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 16ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതുതരം ചോദ്യങ്ങളാണ് ഒരു വ്യക്തിയുടെ ഭാഷാ സ്വാധീനത്തെയും വായനയുടെ ആഴത്തെയും ആശയ അവതരണത്തെയും അളക്കാൻ സഹായിക്കുന്നത്? ഹ്രസ്വോത്തര ചോദ്യങ്ങൾ, ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണോ, ദീർഘോത്തര ചോദ്യങ്ങളാണോ, എസ്സേ ടൈപ്പ് ആണോ, ബഹുവികൽപ്പ മാതൃകാ ചോദ്യങ്ങൾ, മൾട്ടിപ്പിൾ ചോയ്സ് ആണോ, വസ്തുനിഷ്ഠ ചോദ്യങ്ങളാണോ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണോ? ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് നമുക്കറിയാം, ദീർഘോത്തര ചോദ്യങ്ങൾ അല്ലെങ്കിൽ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അതായത് ഒരു വ്യക്തിയുടെ ഭാഷാ സ്വാധീനത്തെയും വായനയുടെ ആഴത്തെയും ആശയ അവതരണത്തെയും ഒക്കെ അളക്കാൻ സഹായിക്കുന്നത് ഏതുതരം ക്വസ്റ്റ്യൻസ് ആയിരിക്കും? ദീർഘോത്തര അല്ലെങ്കിൽ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസിനായിരിക്കും. എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വിദ്യാർത്ഥിക്ക് സ്വന്തം വാക്കുകളിൽ വിശദമായിട്ട് എഴുതാൻ സാധിക്കുന്ന ഒന്നാണ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലേ. ഇത് അവരുടെ ഒരു ഭാഷയുടെ പ്രാവീണ്യം നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ അവരുടെ ആശയങ്ങളെ എത്ര ആഴത്തിൽ ആ ഒരു ആശയത്തെ എത്ര ആഴത്തിൽ മനസ്സിലാക്കിയെന്നും അതുപോലെ തന്നെ അവതരണശേഷി അളക്കാനൊക്കെ വേണ്ടി നമുക്ക് എന്ത് ചെയ്യുന്നു? ഇത്ര എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൊണ്ട് സാധിക്കുന്നുണ്ട്. ഷോർട്ട് ആൻസർ ടൈപ്പ് ആകുമ്പോൾ ചെറിയൊരു വാക്കിൽ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫോ അങ്ങനെ രീതിയിൽ ആൻസർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ഇടുമ്പം ഒരു വിദ്യാർത്ഥിയുടെ അടിസ്ഥാന അറിവ് മനസ്സിലാക്കാൻ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. മൾട്ടിപ്പിൾ ചോയ്സ് ആകുമ്പോൾ ഇതിന് ഒരു നിശ്ചിത ആൻസറുകളിൽ എന്ത് ചെയ്യുന്ന ഒരു കുറെ ആൻസറുകൾ കൊടുക്കുന്നത് ശരിയായത് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും. ഇത് വേഗത്തിൽ ഈ മൂല്യനിർണ്ണയം നടത്താൻ യൂസ്ഫുൾ ആവും, പക്ഷേ വിദ്യാർത്ഥിയുടെ സ്വന്തം ചിന്തയെ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആകുമ്പോഴോ ഇത് വിദ്യാർത്ഥിയുടെ വിവരങ്ങൾ ഓർമ്മിക്കാനുള്ള ഒരു കഴിവ് പരിശോധിക്കപ്പെടുന്നുണ്ട്. ഭാഷാ പ്രാവീണ്യമോ അല്ലെങ്കിൽ ആശയങ്ങളൊന്നും മനസ്സിലാക്കാൻ എന്ത് ചെയ്യില്ല, സാധിക്കത്തില്ല. 17ാമത്തെ ക്വസ്റ്റ്യൻ, 4 പന്തുകളും 3 പന്തുകളും ചേർത്ത് വെച്ച് 7 പന്തുകൾ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്ന പ്രവർത്തനം 5ാം ക്ലാസ്സിൽ നടത്താൻ അധ്യാപകൻ അവസരം നൽകി. തുടർന്ന് അധ്യാപകൻ 4+3 = 7 എന്ന് ബോർഡിൽ എഴുതി കാണിച്ചു. ഇത് നിരീക്ഷിച്ച മീലി ഉടൻ പ്രതികരിച്ചു, എങ്കിൽ 7 - 3 = 4 ആയിരിക്കില്ലേ? പിയാഷയുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളിൽ ഏതിലാണ് മീലി ഉള്ളത്? സെൻസറി മോട്ടോർ സ്റ്റേജ്, ഇന്ദ്രിയ ചാലക ഘട്ടം, പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്, പ്രാക് മനോവ്യാപാര ഘട്ടം, കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്, മൂർത്ത മനോവ്യാപാര ഘട്ടം, ഫോമൽ ഓപ്പറേഷൻ സ്റ്റേജ്, ഔപചാരിക മനോവ്യാപാര ഘട്ടം. ഇതും കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ സി ആണ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് അല്ലെങ്കിൽ മൂർത്ത മനോവ്യാപാര ഘട്ടമാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഈ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 7 വയസ്സ് മുതൽ 11 വയസ്സുള്ള ഒരു കാലഘട്ടമാണ്. മനോവ്യാപാരത്തിന് സാധിക്കുന്ന ഒരു ഘട്ടമാണ് അല്ലേ. മനോവ്യാപാരം എന്ന് എന്താ? ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയെ മനസ്സിലാക്കിയിട്ട് പിന്നീട് എന്താണ് ചെയ്യേണ്ടതെന്ന് ബോധപൂർവം ചിന്തിക്കുന്ന ഒരു മാനസിക പ്രക്രിയയാണ് മനോവ്യാപാരം എന്ന് പറയുന്നത്. അത് സാധ്യമാകുന്ന ഈ ഒരു സ്റ്റേജിലാണ് കുട്ടിക്ക്. അതേപോലെ കുട്ടിയിൽ പ്രത്യാവർത്തനം, റിവേഴ്സിബിലിറ്റി, അതേപോലെ കൺസർവേഷൻ, സ്ഥിരത, ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു ഘട്ടമാണ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. തൻ്റെ മുന്നിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കുട്ടി യുക്തിപൂർവ്വം ചിന്തിക്കുന്നു, പല സവിശേഷതകൾ പരിഗണിച്ചുകൊണ്ട് നിഗമനങ്ങളിൽ എത്തിക്കാൻ സാധിക്കുന്നു, ഭൂതം, വർത്തമാനം, ഭാവി, പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചറിനെ കുറിച്ച് കുട്ടി മനസ്സിലാക്കുന്നതൊക്കെ ഈ ഒരു കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ, ജോജി ഒരു 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഗണിത ക്ലാസ്സിൽ അധ്യാപകൻ സംഖ്യകൾ പറയുമ്പോൾ മിക്കപ്പോഴും അവൻ തെറ്റിച്ചാണ് എഴുതുന്നത്. ഉദാഹരണമായി 678 768 826 ഒക്കെ എഴുതും. ഈ പഠന വൈകല്യത്തിന്റെ പേരെന്താണ്?
ഇത് ഓപ്ഷൻസ് നോക്കേണ്ട കാര്യമില്ല, നമുക്കറിയാം. ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, ഘടന വൈകല്യമാണ്. ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ ഭാഷണം അല്ലെങ്കിൽ വായന തുടങ്ങിയ മേഖലകളിൽ ബുദ്ധിമുട്ടാണ്. ഡിസ്ഗ്രാഫിയ എന്ന് പറഞ്ഞാൽ ശരിയായിട്ട് രീതിയിൽ എഴുതാനുള്ള ബുദ്ധിമുട്ട്. ഡിസ്പ്രാക്സിയ എന്ന് പറഞ്ഞാൽ പേശി പ്രവർത്തനത്തിലെ പ്രശ്നങ്ങൾ, പഠനത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ, എല്ലാ നവജാത ശിശുക്കൾക്കും ജന്മനാ തന്നെ ഭാഷയുടെ ആന്തരിക ഘടന മനസ്സിലാക്കി ഭാഷാ വികാസം സാധ്യമാക്കുന്നതിനുള്ള ഒരു ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ഉണ്ടെന്ന് നിർദ്ദേശിച്ചത് ആരാണ്? ഒരുപാട് തവണ നമ്മൾ കേട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്കറിയാം, ആൻസർ അറിയാം. ഓപ്ഷൻസ് ഉണ്ട്: പിയാഷെ, വൈഗോട്സ്കി, നോം ചോംസ്കി, ബ്രൂണർ. ആരാണ്? നോം ചോംസ്കി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. നോം ചോംസ്കിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു വലിയ ഭാഷാ ശാസ്ത്രജ്ഞനാണ്. ലോകപ്രസിദ്ധമായിട്ടുള്ള ഒരു തിയറി ഉണ്ട് അദ്ദേഹത്തിൻ്റെത്, യൂണിവേഴ്സൽ ഗ്രാമർ അല്ലെ, പ്രജനന വ്യാകരണം എന്ന് പറയുന്ന ഒരു തിയറി അദ്ദേഹത്തിൻ്റെതാണെന്ന് പഠിച്ചിട്ടുണ്ട്. ആധുനിക ഭാഷാശാസ്ത്രത്തിന്റെ പിതാവായിട്ടാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഭാഷ എന്ന് പറഞ്ഞാൽ അത് ജനിക്കുമ്പോൾ തന്നെ ലഭിക്കുന്ന ഒരു കഴിവാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ജനിക്കുന്ന സമയത്ത് തന്നെ ഒരു മനുഷ്യന്റെ ബ്രെയിനിൽ അതിനായിട്ട് പ്രത്യേക ഒരു ഘടനയുണ്ടെന്നാണ്, സ്ട്രക്ചർ ഉണ്ടെന്നാണ് ആര് പറയുന്നത്? നോം ചോംസ്കി പറയുന്നത്. അപ്പം ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ആരാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ അത് നോം ചോംസ്കി ആണെന്ന് മനസ്സിലാക്കണം. 20ാമത്തെ ക്വസ്റ്റ്യൻ, വ്യക്തിത്വ പഠനവുമായി ബന്ധപ്പെടുത്തിയുള്ള ഉത്തരമാനവികത കാഴ്ചപ്പാടുകളിൽ ഒരു വ്യക്തി തന്നെക്കുറിച്ചുള്ള മനോഭാവങ്ങളെ വിലയിരുത്തുന്നതിലൂടെ രൂപപ്പെടുത്തിയെടുക്കുന്ന സ്വയം മതിപ്പിനെ പറയുന്നത് എന്താണ്? ഐഡിയൽ സെൽഫ്, ആദർശാത്മക അഹം, റിയൽ സെൽഫ്, യാഥാർത്ഥ്യാധിഷ്ഠിത അഹം, സെൽഫ് ആക്ച്വലൈസേഷൻ, ആത്മസാക്ഷാത്കാരം, സെൽഫ് എസ്റ്റീം, ആത്മാദനം. ഉത്തരമാനവികത കാഴ്ചപ്പാട്, പോസ്റ്റ് ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവ്സ് എന്താണ് നമുക്കറിയാം. സ്വാഭാവികവും ജൈവികവുമായ പരിണാമത്തിനപ്പുറം മനുഷ്യനും കമ്പ്യൂട്ടറും ചേർന്നുകൊണ്ടുള്ള പുതിയ മനുഷ്യ ജീവിതത്തെക്കുറിച്ച് പറയുന്നതാണ് പോസ്റ്റ് ഹ്യൂമാനിസം എന്ന് പറയുന്നത്. ഉദാഹരണം നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, AI ഒക്കെ നമുക്ക് പറയാം. ഇതിലൂടെ അഹംബോധം, ആത്മാഭിമാനം എന്നിവ അളക്കാനും പരിപോഷിപ്പിക്കാനുമുള്ള സയന്റിഫിക് മെത്തേഡുകൾ പ്രയോഗിക്കാനുള്ള ശേഷി കൂടുന്നു. അതായത് ഉത്തരമാനവികത കാഴ്ചപ്പാടിലൂടെ അത്തരത്തിലുള്ള ഒരു ശേഷി കൂടുന്നു എന്നാണ് പറയുന്നത്. ആത്മാഭിമാനം അല്ലെങ്കിൽ ആത്മാദനം, സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വ്യക്തി തന്നെക്കുറിച്ചുള്ള മനോഭാവങ്ങളെ വിലയിരുത്തുന്നതിലൂടെ രൂപപ്പെടുത്തിയെടുക്കുന്ന സ്വയം മതിപ്പിനെയാണ് ആത്മാഭിമാനം എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇത്തരത്തിൽ ഒരാളുടെ സെൽഫ് എസ്റ്റീമിന്റെ തോത് കണ്ടെത്തുന്നതിന് 2 ടൂൾസ് ഉണ്ട്. ഏതൊക്കെയാണ് ആ ടൂൾസ് എന്ന് ചോദിച്ചാൽ, ഒന്ന് റോസൻബർഗ് സെൽഫ് എസ്റ്റീം സ്കെയിലും രണ്ടാമത്തേത് സെൽഫ് എസ്റ്റീം ഇൻവെന്ററിയുമാണ്. ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഉത്തരമാനവികത കാഴ്ചപ്പാട് അല്ലെങ്കിൽ പോസ്റ്റ് ഹ്യൂമാനിസ്റ്റിക് പെർസ്പെക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികവും ജൈവികവുമായ പരിണാമത്തിനപ്പുറം മനുഷ്യനും കമ്പ്യൂട്ടറും ചേർന്നുകൊണ്ടുള്ള പുതിയ മനുഷ്യ ജീവിതത്തെക്കുറിച്ച് പറയുന്നതിനെയാണ് പോസ്റ്റ് ഹ്യൂമാനിസം എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ അതിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. ഇത്തരത്തിൽ അല്ലെങ്കിൽ ഇതിലൂടെ അഹംബോധം, ആത്മാഭിമാനം ഒക്കെ അളക്കാനും പരിപോഷിപ്പിക്കാനുമുള്ള സയന്റിഫിക് മെത്തേഡുകൾ പ്രയോഗിക്കാനുള്ള ശേഷി കൂടുന്നു എന്നാണ് പറയുന്നത്. ആത്മാഭിമാനം അല്ലെങ്കിൽ ആത്മാദനം, സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വ്യക്തി തന്നെക്കുറിച്ചുള്ള മനോഭാവങ്ങളെ വിലയിരുത്തുന്നതിലൂടെ രൂപപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ രൂപപ്പെടുത്തിയെടുക്കുന്ന സ്വയം മതിപ്പിനെയാണ് ആത്മാഭിമാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഒരാളുടെ സെൽഫ് എസ്റ്റീമിന്റെ തോത്, അളവ് കണ്ടെത്താൻ വേണ്ടി സൈക്കോളജിയിൽ 2 പ്രധാനപ്പെട്ട ടൂൾസ് ഉണ്ട്. ഒന്നാണ് റോസൻബർഗ് സെൽഫ് എസ്റ്റീം സ്കെയിലും, 2 സെൽഫ് എസ്റ്റീം ഇൻവെന്ററിയും. റോസൻബർഗ് സെൽഫ് എസ്റ്റീം സ്കെയിലും സെൽഫ് എസ്റ്റീം ഇൻവെന്ററിയും ഇത്തരത്തിൽ ഒരാളുടെ സെൽഫ് എസ്റ്റീം അളക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ തോത് അളക്കാൻ വേണ്ടിയിട്ടുള്ള 2 ടൂൾസ് ആണെന്ന് മനസ്സിലാക്കുക. റോസൻബർഗ് സെൽഫ് എസ്റ്റീം സ്കെയിലും സെൽഫ് എസ്റ്റീം ഇൻവെന്ററിയും. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ആത്മാദനം അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം ആണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ, മിയ ടീച്ചർ സയൻസ് പാഠവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. തുടർന്ന് ചെറു സംഘങ്ങളായി നിർവഹിക്കാൻ ചില പ്രവർത്തനങ്ങൾ നൽകി. ഇവിടെ ടീച്ചർ ഉദ്ദേശിക്കുന്നത് എന്താണ്? കുട്ടികളുടെ സാമൂഹ്യ ബന്ധം വളർത്തൽ, എല്ലാ കുട്ടികളിലും ആശയധാരണ ഉറപ്പാക്കൽ, ചെറു സംഘങ്ങളിലെ ചർച്ചയിലൂടെയുള്ള സംശയ നിവാരണം, മുകളിൽ സൂചിപ്പിച്ചവയെല്ലാം. അപ്പോൾ ആൻസർ നമുക്കറിയാം, മുകളിൽ സൂചിപ്പിച്ചവയെല്ലാമാണ്. നമുക്ക് വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല. 22ാമത്തെ ക്വസ്റ്റ്യൻ, ഒരാളുടെ സ്വന്തം ചിന്തയെക്കുറിച്ചുള്ള ചിന്തയെ പറയുന്നത്. തിങ്കിങ് അബൌട്ട് വൺസ് ഓൺ തിങ്കിങ് ഈസ് കാൾഡ് കൊഗ്നിഷൻ, ഡ്യുവൽ കൊഗ്നിഷൻ, മെഗാ കൊഗ്നിഷൻ, മെറ്റാ കൊഗ്നിഷൻ. ആൻസർ നമുക്കറിയാം, മെറ്റാ കൊഗ്നിഷൻ ആണല്ലേ. മെറ്റാ കൊഗ്നിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതീത ചിന്ത എന്നാണ് മലയാളം. അതീത ചിന്ത 1970 ജോൺ ഫ്ലവൽ എന്ന് പറയുന്നൊരു സൈക്കോളജിസ്റ്റ് രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു കൺസെപ്റ്റാണിത്. അതീത ചിന്ത എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തി തന്റെ ചിന്താരീതികളെ കുറിച്ച് തന്നെ ചിന്തിക്കുന്നതിനെ അതീത ചിന്ത അല്ലെങ്കിൽ മെറ്റാ കൊഗ്നിഷൻ എന്ന് പറയുന്നത്. ഈ മെറ്റാകോഗ്നിഷന് 4 പ്രധാനപ്പെട്ട ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തെയാണ് സ്വയം അവബോധം. താൻ എന്താണ് ചിന്തിക്കുന്നതെന്നും തൻ്റെ മനസ്സിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണെന്നും സ്വയം അവബോധിക്കുന്നതിനെയാണ് സ്വയം അവബോധം എന്ന് പറയുന്നത്. അതുപോലെ വൈജ്ഞാനിക തന്ത്രങ്ങളുടെ ഉപയോഗമാണ് 2ാമത്തെ ഘട്ടം. പഠിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഒക്കെ സഹായിക്കുന്ന തന്ത്രങ്ങളും അതുപോലെ തന്നെ അത് തിരിച്ചറിയുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നതിനെയാണ് വൈജ്ഞാനിക തന്ത്രങ്ങളുടെ ഉപയോഗം എന്ന് പറയുന്നത്.
ചിന്തയെ നിരീക്ഷിക്കലാണ് മൂന്നാമത്തെ ഘട്ടം. തൻ്റെ ചിന്തകളെ ഒരു പുറത്തു നിന്നുള്ള വ്യക്തിയെ പോലെ നിരീക്ഷിക്കുന്നു. അതേപോലെ ചിന്തകളെ നിയന്ത്രിക്കലാണ് നാലാമത്തെ ഘട്ടം. അനാവശ്യ ചിന്തകളെ തള്ളിക്കളയുകയും ഉപയോഗപ്രദമായിട്ടുള്ള ചിന്തകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിനെയാണ് മെറ്റാകോഗ്നിഷൻ്റെ 4 പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ. അതുപോലെ തന്നെ അതീത ചിന്ത അല്ലെങ്കിൽ മെറ്റാകോഗ്നിഷനെ പ്രോത്സാഹിപ്പിക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? സ്വയം ചോദ്യങ്ങൾ ചോദിക്കൽ, അതേപോലെ ഉറക്കെ ചിന്തിക്കൽ, ആശയങ്ങളുടെയും ചിന്തകളുടെയും ചിത്രീകരണം, കൺസെപ്റ്റ് മാപ്പും ഫ്ലോ ചാർട്ടും ഒക്കെ നമുക്കൊരു ഉദാഹരണമായിട്ട് പറയാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത ടോപ്പിക് ആയതുകൊണ്ടാണ് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. 23ാമത്തെ ക്വസ്റ്റ്യൻ. എറിക്സണിന്റെ മനോസാമൂഹ്യ വികാസ സിദ്ധാന്തത്തിൽ 6 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വികാസഘട്ടത്തിന് നൽകിയിട്ടുള്ള പേരെന്താണ്? ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഊർജ്ജസ്വലത വേഴ്സസ് അപകർഷം, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. അത് കാണാത്തൊരു ക്ലാസ്സുകളെല്ലാം കാണുക. കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് വീണ്ടും കാണുന്നവർക്ക് എന്തെങ്കിലും ആവർത്തനം വെച്ചത് ഉണ്ടാക്കിയേക്കാം. 24ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് പക്വ വ്യക്തിത്വത്തെ വിശദീകരിക്കാൻ വില്ലാട് ആൽപോർട്ട് നിർദ്ദേശിച്ച മാനദണ്ഡങ്ങളിൽ പെടാത്തതാണ് ക്വസ്റ്റ്യൻ. വിപുലീകൃത അഹം, എക്സ്റ്റെൻഡഡ് സെൽഫ്, ആത്മസന്തുലനം, സെൽഫ് റെഗുലേഷൻ, യാഥാർത്ഥ്യബോധം, റിയലിസ്റ്റിക് പെർസെപ്ഷൻ, നിരുപാധിക പരിഗണന, അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് നിരുപാധിക പരിഗണന അല്ലെങ്കിൽ അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്. പക്വ വ്യക്തിത്വത്തെ വിശദീകരിക്കാൻ വേണ്ടി വില്ലാട് ആൽപോർട്ട് നിർദ്ദേശിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളിൽ പെടുന്നതാണ് ഈ പറയുന്ന വിപുലീകൃതാഹം, ആത്മസന്തുലനം, യാഥാർത്ഥ്യബോധമൊക്കെ. ഒരു പക്വ വ്യക്തിത്വത്തെ വിശദീകരിക്കാൻ ആൽപോർട്ട് പ്രധാനമായിട്ടും 6 മാനദണ്ഡങ്ങളാണ് പറയുന്നത്. ഒന്നാണ് വിപുലീകൃതാഹം അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് സെൽഫ് എന്ന് പറയുന്നത്. മറ്റുള്ളവരെ താല്പര്യങ്ങളും ക്ഷേമവും തൻ്റേതു കൂടിയാണെന്നൊരു വിശാലമായ ചിന്തയാണ് വിപുലീകൃതാഹം എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ താല്പര്യങ്ങളും ക്ഷേമവും ഒക്കെ തൻ്റേതു കൂടിയാണെന്നുള്ള വിശാലമായിട്ടുള്ള ഒരു ചിന്തയാണ് വിപുലീകൃതാഹം. ഊഷ്മളമായ ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഒരു ഘട്ടമാണ്. പക്വ വ്യക്തിത്വത്തിന്റെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ആൽപോർട്ട് തയ്യാറാക്കിയ 6 മാനദണ്ഡങ്ങളിൽ രണ്ടാമത്തേതാണ് ഊഷ്മളമായ ബന്ധങ്ങൾ. മറ്റുള്ളവരുടെ ശ്രദ്ധയും ആദരവും നേടിയെടുക്കുന്ന തരത്തിൽ ആരോഗ്യകരമായിട്ടുള്ള ബന്ധങ്ങൾ വളർത്തിയെടുക്കാൻ പക്വ വ്യക്തിത്വമുള്ള ഒരാൾക്ക് കഴിയുമെന്നുള്ളതാണ് ഊഷ്മളമായ ബന്ധങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3 ആത്മസന്തുലനം അല്ലെങ്കിൽ സെൽഫ് റെഗുലേഷൻ. തൻ്റെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളിൽ പോലും അതിവൈകാരികത പ്രകടിപ്പിക്കാതെ ആത്മസന്തുലനം പാലിക്കാൻ പറ്റുന്നു. സംഘർഷവേളകളിൽ എന്ത് ചെയ്യുന്നു? സഹിഷ്ണുത പ്രകടിപ്പിക്കുന്നു. ഇതൊക്കെ ആത്മസന്തുലനം അല്ലെങ്കിൽ സെൽഫ് റെഗുലേഷൻ എന്ന് പറയുന്ന ഒരു കഴിവുള്ള ഒരാൾക്ക് മാത്രമേ ഇത് സാധിക്കത്തുള്ളൂ. 4 യാഥാർത്ഥ്യബോധം അല്ലെങ്കിൽ റിയലിസ്റ്റിക് പെർസെപ്ഷൻ. സൊസൈറ്റിയിൽ നടക്കുന്ന സംഭവങ്ങളെയും പ്രതിസന്ധികളെയും യാഥാർത്ഥ്യബോധത്തോടെ കൈകാര്യം ചെയ്യുന്നതിനെയാണ് യാഥാർത്ഥ്യബോധം അല്ലെങ്കിൽ റിയലിസ്റ്റിക് പെർസെപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 5 ആത്മധാരണ. സ്വന്തം കഴിവുകളെയും പരിമിതികളെയും വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്താൻ സാധിക്കുന്നു. 6 ഏകാത്മക ജീവിത ദർശനം. സ്വന്തം ജീവിതാനുഭവങ്ങളിലൂടെ ആത്മസംതൃപ്തിക്കനുസരിച്ചുകൊണ്ട് വികസിപ്പിച്ചെടുത്ത അംഗീകൃതവും ഏകാത്മകവുമായിട്ടുള്ള ജീവിത ദർശനം പുലർത്തുന്നതിനെയാണ് ഏകാത്മക ജീവിത ദർശനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പക്വ വ്യക്തിത്വത്തെ വിശദീകരിക്കാൻ ആൽപോർട്ട് തയ്യാറാക്കിയിട്ടുള്ള 6 മാനദണ്ഡങ്ങൾ ഏതൊക്കെയാണ്? 1 വിപുലീകൃതമഹം അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് സെൽഫ്, 2 ഊഷ്മളമായ ബന്ധങ്ങൾ, 3 ആത്മസന്തുലനം അല്ലെങ്കിൽ സെൽഫ് റെഗുലേഷൻ, 4 യാഥാർത്ഥ്യബോധം റിയലിസ്റ്റിക് പെർസെപ്ഷൻ, 5 ആത്മധാരണ, 6 ഏകാത്മക ജീവിത ദർശനം. 25ാമത്തെ ക്വസ്റ്റ്യൻ. ജ്യോതിഷിന് ഗണിത പരീക്ഷയിലെ കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിഞ്ഞില്ല. ചോദ്യങ്ങളിൽ ഭൂരിഭാഗവും സിലബസിന് പുറത്തുള്ളതായിരുന്നു എന്നാണ് അവന്റെ അഭിപ്രായം. ഇവിടെ ഏത് സമായോജന ക്രിയാതന്ത്രമാണ് ജ്യോതിഷ് ഉപയോഗിച്ചിരിക്കുന്നത്? ഇതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക്കാണ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഏതാണ്? ഓപ്ഷൻ സി ആണ്. യുക്തീകരണം അല്ലെങ്കിൽ റാഷണലൈസേഷൻ ആണ്. യുക്തീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സമായോജന തന്ത്രമാണ് അല്ലെങ്കിൽ ഡിഫൻസ് മെക്കാനിസം ആണ്. ഇതിലൂടെ ഒരു വ്യക്തി തന്റെ ബലഹീനതകളും പരാജയങ്ങളും കഴിവുകേടുകളും ഒക്കെ എന്ത് ചെയ്യുന്നു? തെറ്റായ കാരണങ്ങൾ വഴി ന്യായീകരിക്കുന്ന ഒരു തന്ത്രമാണ് ഇത് യുക്തീകരണം അല്ലെങ്കിൽ റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. 26ാമത്തെ ക്വസ്റ്റ്യൻ. അബ്രഹാം മാസ്ലോ സൂചിപ്പിച്ച ആവശ്യങ്ങളുടെ ശ്രേണിയിൽ 3ാമത്തേത് ഏതാണ് എന്നാണ്. അടിസ്ഥാന ആവശ്യങ്ങൾ സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക, ആദരിക്കപ്പെടാനുള്ള ആഗ്രഹം, ആത്മസാക്ഷാത്കാരം. നമുക്കറിയാം ആൻസർ ഏതാണ്? ബി ആണ് അല്ലെ. സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക എന്നാണ് ആവശ്യങ്ങളുടെ ശ്രേണിയിൽ 3ാമത്തേതായിട്ട് വരുന്നത്. 1ാമത്തെയാണ് ഏത്? ശാരീരിക ആവശ്യങ്ങൾ. 2ാമത്തെയാണ് സുരക്ഷിതത്വം. 3ാമത്തെയാണ് സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക. 4 ആദരിക്കപ്പെടുക. 5 വൈജ്ഞാനികം. 6 സൗന്ദര്യാത്മകം. 7ാമത്തെ അവസാനത്തെയാണ് ആത്മസാക്ഷാത്കാരം. 27ാമത്തെ ക്വസ്റ്റ്യൻ. സവിശേഷ ബുദ്ധി വൈഭവം പ്രകടിപ്പിക്കുന്ന കുട്ടികൾക്കായി അധ്യാപകൻ ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അധികമായി നൽകേണ്ടത്? എളുപ്പമുള്ള പ്രവർത്തനങ്ങൾ, പ്രയാസമുള്ള പ്രവർത്തനങ്ങൾ, കൂടുതൽ മികവാർന്ന വെല്ലുവിളി ഉണർത്തുന്ന പ്രവർത്തനങ്ങൾ, മുകളിൽ സൂചിപ്പിച്ചവയെല്ലാം. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ് അല്ലെ. സവിശേഷ ബുദ്ധി വൈഭവം പ്രകടിപ്പിക്കുന്ന കുട്ടികൾക്കായിട്ട് അധ്യാപകൻ ഏത് തരത്തിലുള്ള പ്രവർത്തനമാണ് അധികമായിട്ട് നൽകേണ്ടത്? കൂടുതൽ മികവാർന്ന വെല്ലുവിളി ഉണർത്തുന്ന പ്രവർത്തനങ്ങളാണ്.
28ാമത്തെ ക്വസ്റ്റ്യൻ. സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞു പ്രവർത്തിക്കാനും കഴിവിന്റെ പരമാവധിയിലേക്ക് ഉയരാനും സ്വത്വ സാക്ഷാത്കാരത്തിലെത്താനുമുള്ള കഴിവിനെ ബഹുമുഖ ബുദ്ധിയുമായി ബന്ധപ്പെടുത്തി പറയാവുന്നത് ഏത്? ദൃശ്യസ്ഥലപര ബുദ്ധിയാണോ, പ്രകൃതിപര ബുദ്ധിയാണോ, ആന്തരിക വൈയക്തിക ബുദ്ധിയാണോ, വ്യക്തിയാന്തര ബുദ്ധിയാണോ? നമുക്കറിയാം ഓപ്ഷൻ സി ആണ്, ആന്തരിക വൈയക്തിക ബുദ്ധി അല്ലെങ്കിൽ ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ആന്തരിക വൈയക്തിക ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? അവരവരെ തന്നെ മനസ്സിലാക്കാനുള്ള കഴിവാണ് അല്ലെ. തന്റെ പോരായ്മകളും കഴിവുകളും കഴിവുകേടുകളും ഒക്കെ കുട്ടികൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവന് ആന്തരിക വൈയക്തിക ബുദ്ധി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. നൽകാവുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെ കൊടുക്കാം? ജേണലുകൾ നിർമ്മിക്കാം, അതേപോലെ വായനാക്കുറിപ്പ് തയ്യാറാക്കാൻ പറയാം, ചർച്ചകളിൽ പങ്കെടുക്കാൻ പറയാം. ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ വ്യക്തിയാന്തര ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളവരോട്ട് ഇടപഴകാനും അവരെ മനസ്സിലാക്കാനും അവരുടെ പെരുമാറ്റങ്ങൾ വ്യാഖ്യാനിക്കാനും ഉള്ള ഒരു കഴിവാണ്. ഈ ഒരു ബുദ്ധി സാധ്യമാകാൻ കുട്ടികൾക്ക് നൽകാവുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ കൊടുക്കാം, സഹകരണ പ്രവർത്തനങ്ങൾ കൊടുക്കാം, പരസ്പര വിലയിരുത്തലുകളും അനുഭവങ്ങൾ പങ്കുവെക്കലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. 29ാമത്തെ ക്വസ്റ്റ്യൻ. സിനി പാഠങ്ങൾ വളരെ പെട്ടെന്ന് നിമിഷങ്ങൾക്കുള്ളിൽ പഠിക്കുന്നു, എന്നാൽ മിനി അതേ പാഠങ്ങൾ പഠിക്കുന്നതിന് ധാരാളം സമയമെടുക്കുന്നു. ഇത് സൂചിപ്പിക്കുന്നത് ഏത് വികാസ തത്വത്തെയാണ്? തുടർച്ച, കണ്ടിന്യൂറ്റി ആണോ, പൊതുവായിൽ നിന്ന് പ്രത്യേകമായതിലേക്കാണോ, ജനറൽ ടു സ്പെസിഫിക് ആണോ, വ്യക്തി വ്യത്യാസമാണോ, ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണോ, പരസ്പര ബന്ധമാണോ, ഇന്റർ റിലേഷൻഷിപ്പ് ആണോ? ആൻസർ നമുക്ക് മനസ്സിലായി, ഓപ്ഷൻ സി ആണ്, വ്യക്തി വ്യത്യാസം അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണ്. വികാസത്തിന്റെ ഗതിയിൽ വ്യക്തികൾ തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും നമ്മൾ വളർച്ചയും വികാസം എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിച്ചതാണ്. 30ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പഠനത്തിലൂടെ നേടിയ ആശയങ്ങളും ധാരണകളും സ്വയം വിമർശനാത്മകമായി പരിശോധിക്കുകയും മാറ്റങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു വിലയിരുത്തൽ രീതിയുമുണ്ട്. ഇതറിയപ്പെടുന്നത് സ്വയം വിലയിരുത്തൽ, സെൽഫ് അസസ്മെന്റ്, വിലയിരുത്തൽ തന്നെ പഠനം, അസസ്മെന്റ് ആസ് ലേണിംഗ്, പഠനത്തെ വിലയിരുത്തൽ, അസസ്മെന്റ് ഓഫ് ലേണിംഗ്, പഠനത്തിനായുള്ള വിലയിരുത്തൽ, അസസ്മെന്റ് ഫോർ ലേണിംഗ്. നമുക്ക് ആൻസർ മനസ്സിലായി, നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ആൻസർ ബി ആണ് അല്ലെ, വിലയിരുത്തൽ തന്നെ പഠനം, അസസ്മെന്റ് ആസ് ലേണിംഗ് ആണ്. പഠനത്തിനായുള്ള വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പഠനം നടക്കുന്ന സമയത്ത് അതിന്റെ ഫലപ്രാപ്തിക്കായിട്ട് ടീച്ചറും സ്റ്റുഡൻറ്റും എന്ത് ചെയ്യുന്നു? വിലയിരുത്തലുകളൊക്കെ നടത്തുന്നുണ്ട്. ഇത്തരത്തിൽ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ടീച്ചറും സ്റ്റുഡൻറ്റും നൽകുന്ന സഹായങ്ങളും അതേപോലെ ഫീഡ്ബാക്കുകളും പഠനത്തിനായുള്ള വിലയിരുത്തലിന്റെ ഭാഗമാണ്. വിലയിരുത്തൽ തന്നെ പഠനം അല്ലെങ്കിൽ അസസ്മെന്റ് ആസ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? തന്റെ പഠനത്തെ സ്വയം വിമർശനപരമായിട്ട് പരിശോധിക്കുമ്പം ഒരു കുട്ടി തന്റെ കഴിവുകളും പരിമിതികളും ഒക്കെ തിരിച്ചറിയുന്നു അല്ലെ. ഈ പ്രക്രിയയാണ് വിലയിരുത്തൽ തന്നെ പഠനം എന്ന് പറയുന്നത്. ഇതും ഒരു പഠന പ്രക്രിയയാണ്. ഇത് ഫലപ്രാപ്തിക്കുള്ള ഒരു പഠനം ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇതായിരുന്നു ആൻസർ ആയിട്ട് വന്നത്, ഇതായിരുന്നു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത്. പഠനത്തെ വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നിശ്ചിത കാലയളവിലെ പഠനത്തിന് ശേഷം കുട്ടിയുടെ പഠന നിലവാരം അളക്കുന്ന രീതിയാണ്. ഇത്തരത്തിൽ ലഭിക്കുന്ന ഫീഡ്ബാക്ക് ടീച്ചറിന് തന്റെ പഠനതന്ത്രത്തെയും പഠന സാമഗ്രികളെയൊക്കെ വിലയിരുത്താനും ഒക്കെ സാധിക്കുന്നുണ്ട്. കൂടാതെ പേരൻസിനും സൊസൈറ്റിക്കും എല്ലാം പഠന കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യാനും ഒരു അവസരമുണ്ട്. അപ്പോൾ ഇതാണ് പഠനത്തെ വിലയിരുത്തൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് 2022 ഫെബ്രുവരിയിൽ ചോദിച്ച കേട്ടിട്ടുണ്ട് സൈക്കോളജി എന്നുള്ള പ്രധാനപ്പെട്ട 30 ക്വസ്റ്റ്യനും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിലൊക്കെ നമുക്ക് മനസ്സിലായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? എല്ലാ ക്വസ്റ്റ്യൻസും എന്താണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം ഒരുപാട് ക്വസ്റ്റ്യൻസ് ആവർത്തിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, അതേപോലെ തന്നെ ചോദിച്ചിരിക്കുകയാണ്. അപ്പം ഇത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താണ്? അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഈ വരുന്ന കേട്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതിയെടുക്കാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നമുക്ക് ക്ലാസ്സുകളുമായിട്ട് മുമ്പോട്ട് പോകാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുന്നു. നന്ദി.